സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കന്മാര് അവർ ഉഖ്റവിയായി ധരിക്കുന്ന ഉലമാക്കന്മാരാണ്. ഉലമാക്കന്മാരെ ഇമാം ഗസ്സാലി തങ്ങൾ രണ്ട് വിഭാഗമായിട്ടാണ് ഭാഗിച്ചിട്ടുള്ളത്. ഇമാം സൈനുദ്ദീനുൽ മഖ്ദൂം തങ്ങളും തന്റെ അസ്കിയ എന്ന് പറയുന്ന കിതാബിന്റെ അകത്ത് രണ്ട് ഭാഗമായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഒന്ന് ഉഖ്റവിയായി ധരിക്കുന്ന ഉലമാക്കന്മാര്, പിന്നൊന്ന് ദുന്യവിയായി ധരിക്കുന്ന ഉലമാക്കന്മാർ. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കന്മാർക്കുള്ള ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അവർ ഉഖ്റവിയായി ധരിക്കുന്ന ഉലമാക്കന്മാർക്കുള്ള എല്ലാ ലക്ഷണങ്ങളും ഒത്തുകൂടിയവരാണ് എന്ന് മാത്രമല്ല, അവർക്കുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവർ സത്യം പറയുന്നവർ മാത്രമല്ല, പറഞ്ഞതെല്ലാം സത്യമായിട്ട് പുലരുന്നവരാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെടുന്നതാണ്. ഒരവസരത്തിന്റെ അകത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന ഷെയ്ഖുന കാളമ്പാടി ഉസ്താദ് അവർകൾ പുത്തൂർ കുംബ്രയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് കാസർഗോട്ടിൽ നിന്നിട്ട് വന്നിരുന്നു. ആ വന്ന അവസരത്തിൽ ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് രാത്രിയിൽ താമസിച്ചത്. അങ്ങനെ രാത്രിയിൽ താമസിച്ചിട്ട് കാളമ്പാടി ഉസ്താദ് അവർകൾ രാവിലെ ഞങ്ങൾ പുത്തൂറിൽ പോകുന്ന അവസരത്തിൽ വീട്ടിൽ നിന്നിട്ട് പെണ്ണുങ്ങൾ പർദ്ദയുടെ പിന്നിൽ നിന്നിട്ട് പറഞ്ഞു ദ്വാരക്കണം എന്ന്. അങ്ങനെ ദ്വാരുന്ന ആ അവസരത്തിൽ ഞാൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു ഓപ്പറേഷൻ ആവശ്യമാണ്, അതുകൊണ്ടിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. ആ അവസരത്തിൽ കാളമ്പാടി ഉസ്താദ് അവർകൾ പറഞ്ഞു, ഈ ശരീരത്തിന് കത്തി കൊള്ളിക്കേണ്ടി വരൂല എന്ന്. ഇത് അനുഭവമാണ് ഞാൻ പറയുന്നത്. ആ അവസരത്തിന്റെ അകത്ത് അങ്ങനെ പറഞ്ഞിട്ട് ഷെയ്ഖുന കാളമ്പാടി ഉസ്താദ് അവർകൾ പോയതിന്റെ ശേഷം ഡോക്ടറെ സമീപിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോ തൽക്കാലം വേണ്ട എന്ന്. അങ്ങനെ പിന്നെ കുറച്ചും കഴിഞ്ഞിട്ട് സമീപിച്ചപ്പോൾ പറഞ്ഞ് ഓപ്പറേഷൻ വേണ്ട. ഇന്ന് ആ വിഷമവുമില്ല, ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യവും വന്നിട്ടില്ല. ആ പറഞ്ഞതുപോലെ പുലരുന്നതായിരിക്കുന്ന ഉലമാക്കന്മാരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കന്മാർ. അവർക്കുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ, അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ അത് യാഥാർത്ഥ്യത്തിന്റെ അകത്ത് ബോധ്യപ്പെടുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഉലമാക്കന്മാരെ സ്മരിക്കാൻ വേണ്ടിയിട്ടും